ഹലോ ഗേൾസ്, അപ്പോൾ കാശിക്ക് നാളെയാണ് സ്കൂൾ പ്രവേശനം. അവനിനി UKG-ലോട്ടാണ്. അപ്പോൾ ബുധനാഴ്ച വെച്ചിരുന്നതാണ്, അത് എന്തോ ബന്ധായതുകൊണ്ട് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അപ്പം അവന് ഡ്രസ്സ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഓച്ചിറയിലേക്കാണ് വന്നത്. മുമ്പ് ഇതുവൻ്റെ ബർത്ത്ഡേക്ക് ഒരു മുമ്പ് ഈ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് ആ കടയിൽ തന്നെ കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓച്ചിറ വരെ വന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പലത്തിലൂടെ കയറാമെന്ന് വിചാരിച്ച് പോയി തൊഴുതു. അപ്പോൾ രണ്ടുപേർക്ക് ഓർഡർ സ്പേസ് കിട്ടിയാൽ രണ്ടുകൂടെ ഓടിക്കളിച്ചോളും. അങ്ങനെ രണ്ടുപേർക്കും ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ തന്നെ കഞ്ഞിയുണ്ട് കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഇവിടെ കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഭക്ഷണശാലയിലേക്ക് പോയി അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കടയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെയും ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. രണ്ടുപേരും കണ്ട് ഓടിക്കളിക്കുന്ന കണ്ടോ രണ്ടുകൂടെ. അങ്ങനെ ഭക്ഷണമൊക്കെ മേടിച്ച് രണ്ടുപേർക്കും മോൻ വാരി കുടിച്ചോളാന്ന് പറഞ്ഞു. കുഞ്ഞു പിന്നെ വാരി കുടിക്കാറാവാത്തതുകൊണ്ട് ഞാൻ തന്നെ വാരി കൊടുക്കുവാണ് സ്പൂണിൽ. ഇടയ്ക്ക് ആൾ സ്പൂൺ മേടിക്കാൻ നോക്കി, അവൾ തന്നെ വാരി കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ കുറേ എടുത്ത് കാണിച്ച ചേട്ടൻ ഞങ്ങളെ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമാണ് കേട്ടോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂം. ഇടയ്ക്ക് അവൾ എന്താണെന്നറിയാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോയി നോക്കുന്നുണ്ട്, കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് മാച്ച് ചെയ്യുന്ന കളറും ഒക്കെ നോക്കണമല്ലോ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് ചേട്ടന് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നോക്കിയപ്പോൾ രണ്ടും കൂടെ അതിന് ഡ്രസ്സ് ചേഞ്ച് റൂമിനകത്ത് കയറി ഭയങ്കര കളി. അങ്ങനെ ഈ മോഡൽ ഒരെണ്ണമാണ് ഞങ്ങളെടുത്ത്. അതിൻ്റെ ഒരു ബ്ലാക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ പാകാവുന്ന പാൻറ്റും ഞങ്ങൾ എടുത്തു. ഇട്ടിരിക്കുന്നതാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ, ഉടുപ്പ് ബനിയന്. അങ്ങനെ പാൻറ്റ് നോക്കി, അങ്ങനെ പാൻറ്റും സെലക്ട് ചെയ്ത് അപ്പം ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു മഴ. അങ്ങനെ ഞങ്ങൾ മഴക്കോട്ടൊന്നും എടുത്തില്ലായിരുന്നു, പിന്നെ കുടയും ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ ഒരു ഷോപ്പിൽ കയറി കുടയും മേടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.